Of a matrix. Let C1, C2, etc. Cn belongs to Fb non-zero scalars and let V1, etc. Vn be a basis of V. Consider the operator T belongs to L of V such that M of T, V1, etc. Vn equals the matrix കണ്ടല്ലോ. നമുക്ക് കുറച്ച് കോൺസ്റ്റൻസ് ഉണ്ട്. എഫ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്നുള്ള കുറച്ച് കോൺസ്റ്റൻസ് ആണ് C1, C2, etc. Cn. ബി നോൺ സീറോ സ്കെയിലാർസ് ആൻഡ് അറ്റ് V1, V2, etc. Vn എന്ന് പറയുന്നത് ബേസിസ് ഓഫ് V ആണ്. കൺസിഡർ ദി ഓപ്പറേറ്റർ ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ സച്ച് ദാറ്റ് ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട്. അതിൻ്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു V1, etc. Vn അതിൻ്റെ മെട്രിക്സ് ഇങ്ങനെയാണ്. നമ്മുടെ ഇക്വേഷൻ എയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ്. ഹിയർ ഓൾ ദി ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നോൺ സീറോ എൻട്രീസ് വരുന്നത് ഈ കാണുന്ന അത്രയും ഭാഗത്തുള്ളതേ ഉള്ളൂ. C1, C2, etc. Cn-1 Cn കണ്ടല്ലോ, ഇവിടെ പൊസിഷൻ കണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അവിടെ നോൺ സീറോ എൻട്രീസ് വരുന്ന ഇത്രയും ഭാഗത്തേ ഉള്ളൂ. ഹിയർ ഓൾ ദി എൻട്രീസ് ഓഫ് ദി മെട്രിക്സ് ആർ സീറോ എക്സെപ്റ്റ് ഫോർ ദി അപ്പർ റൈറ്റ് കോർണർ ആൻഡ് അലോങ് ദി ലൈൻ ജസ്റ്റ് ബിലോങ് ദി ഡയഗണൽ. ലെറ്റ്സ് ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് ടി. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിൽ ഒരു മെട്രിക്സ് വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം. അതായത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിലെ കോൺസ്റ്റൻറ്റിനെ -1 ഡയമെൻഷൻ V-1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമെന്നാണ് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തപ്പോൾ പഠിച്ചത്. അപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോട്ട് ദാറ്റ് V1, T V1, T square V1, etc. T raised to n-1 V1 is equal to V1, C1 V2, C1 C2 V3, etc. C1, C1 into C2, etc. Cn-1 Vn. അപ്പോൾ ഇതെങ്ങനെ വന്നേ നമുക്ക് നോക്കാം. അതായത് ഈ മെട്രിക്സിനകത്തുനിന്ന് അത് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ബേസിസ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നിലും നമ്മൾ ടി അപ്ലൈ ചെയ്യും. ടി അപ്ലൈ ചെയ്ത് കിട്ടിയിട്ട് ആ കിട്ടുന്ന വെക്ടറിനെ നമ്മൾ ഈ ഏത് ബേസിസിൻ്റെ ടേംസിലാണോ നമുക്ക് എഴുതേണ്ടത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതും. എന്നിട്ട് കിട്ടുന്ന സ്കെയിലാറുകളെ എടുത്ത് ഇങ്ങനെ കോളമായിട്ടിങ്ങനെ അടുത്തടുത്തിങ്ങനെ വെക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഫസ്റ്റ് കോളത്തിൽ വന്നിരിക്കുന്നത് C1 എന്ന് പറയുന്ന ആ ഒരു എൻട്രി മാത്രമേ, രണ്ടാമത് വന്നിരിക്കുന്ന എൻട്രി മാത്രമേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് കോളത്തിലുള്ളത്. അപ്പം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം TV1 ഈസ് ഈക്വൽ ടു ഈ പറയുന്ന ഫോമിൽ വരുന്നത് കൊണ്ടാണ് C1 മാത്രം നോൺ സീറോ ആയിട്ട് വന്നത്. 0 × V1. V1ഉം V2, etc. Vn എല്ലാം ബേസിസ് എലമെൻറ്റ്സ് ആണ്, അതിനൊന്നും സീറോ ആവാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എഴുതുന്ന ഈ സീറോകൾ അല്ലെങ്കിൽ സികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലാറുകൾ, നമ്മുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന സ്കെയിലാർ അല്ലെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ 0 × V1 പ്ലസ് C1 × V2 പ്ലസ് എക്സെട്ര പ്ലസ് 0 × Vn. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഇനി TV2 ഈസ് ഈക്വൽ ടു 0 × V1 പ്ലസ് 0 × V2 പ്ലസ് C2 × V3 പ്ലസ് എക്സെട്ര പ്ലസ് 0 × Vn ഈക്വൽ ടു C2V3 എന്ന് എഴുതാം. TV3 ഈസ് ഈക്വൽ ടു ഇതേപോലെ C3V4 എന്നായിരിക്കും വരുന്നത്. അതായത് ആ മെട്രിക്സ് നോക്കി എഴുതിയതാണ് നമ്മൾ. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ V1ൻ്റെ കോഎഫിഷ്യൻ്റ് ആദ്യത്തെ റോയിൽ, അതായത് ഫസ്റ്റ് കോളം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് കോളമാണോ അത് നോക്കുമ്പോൾ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ TV1ൻ്റെ കോഎഫിഷ്യൻസ് ആണ് എഴുതുന്നത്. സെക്കൻഡ് കോളം TV2ൻ്റെ, അങ്ങനെ അതിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ എൻട്രി, ആദ്യത്തെ റോയിലുള്ള ആ ഒരു എൻട്രി 0 എന്ന് പറഞ്ഞാൽ V1ൻ്റെ കോഎഫിഷ്യൻറ്റ്, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ V2ൻ്റെ കോഎഫിഷ്യൻറ്റ്, അങ്ങനെ പോയി Vn-ൻ്റെ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് TVn ഈസ് ഈക്വൽ ടു CnV1 എന്ന് നമുക്ക് കിട്ടും. കണ്ടല്ലോ, ഫ്രം ഇക്വേഷൻ 1 കണ്ടല്ലോ. ഇക്വേഷൻ 1 നമുക്ക് TV1 ഈക്വൽ ടു C1V2 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് T square V1 കണ്ടുപിടിക്കാൻ T of TV1 ഈക്വൽ ടു T of TV1 എന്ന് പറഞ്ഞാൽ C1V2 ഇസ് ഈക്വൽ ടു C1 × TV2 ഈക്വൽ ടു TV2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് C2V3 ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. അടുത്ത T³ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T of T square V1 ഈസ് ഈക്വൽ ടു T of C1 C2 V3 ഈസ് ഈക്വൽ ടു C1 C2 TV3 ഈക്വൽ ടു C1 C2 C3 V4. ഇങ്ങനെ പോയി T raised to n-1 ഓഫ് V1 ഈക്വൽ ടു C1 C2 C3 ഇങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് Cn-1 Vn. ദെൻ V1 TV1, etc. T raised to n-1 V1 is linearly independent.
ഈ കിട്ടിയിരിക്കുന്ന വെക്ടേഴ്സ് അത്രയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർലെറ്റ് ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്ത് നമ്മൾ 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. K1 V1 പ്ലസ് K2 TV2 TV1 പ്ലസ് K3 അങ്ങനെ സം ചെയ്തു ഈക്വൽ ടു 0 എന്ന് എഴുതി. പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഓരോന്നിനും പകരമുള്ള ഓരോ എക്സ്പ്രഷൻ നമ്മൾ തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ V1ഉം TV1ൻ്റെ ഒക്കെ സ്ഥാനത്ത് നമുക്ക് കോൺസ്റ്റൻ്റ് ഇൻറ്റു V2 അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. ടി മുഴുവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. വികളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് മാറി. അപ്പോൾ ഈ വികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിസ് ആണ്. അതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ കോൺസ്റ്റൻസ് എല്ലാം എന്താവണം, നമുക്ക് 0 ആവണം. പ്ലേസ് K1 ഈക്വൽ ടു K2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു Kn ഇസ് ഈക്വൽ ടു നമുക്ക് 0 കിട്ടണം. ദെയർഫോർ ഈക്വൽ ടു 0 സിൻസ് സീസ് ആർ ഓൾ നോൺ സീറോ സ്കെയിലേഴ്സ്. കാരണം സികളെല്ലാം നോൺ സീറോ സ്കെയിലറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം 0 വരണമെങ്കിൽ കെകളെല്ലാം 0 ആയേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഹെൻസ് ഇഫ് പി ഈസ് എ നോൺ സീറോ പോളിനോമിയൽ വിത്ത് ഡിഗ്രി അറ്റ് മോസ്റ്റ് n-1 ദെൻ പി ഓഫ് ടി ഓഫ് V1 നോട്ട് ഈക്വൽ ടു 0. പി എന്ന് പറഞ്ഞാൽ നോൺ സീറോ പോളിനോമിയലാണ് വിത്ത് ഡിഗ്രി അറ്റ് മോസ്റ്റ് n-1 മാക്സിമം ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ടി ഓഫ് V1 നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് V1 TV1 T² V1 എക്സെട്ര T⁻n-1 V1 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? അതിനെ ഒരു പോളിനോമിയലായിട്ട് പി ഓഫ് ടി ഓഫ് V1 എന്ന് വരുമ്പോൾ അപ്പോൾ ഈ V1 അങ്ങ് നമുക്ക് മാറ്റാം. V1 മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ C1i പ്ലസ്, അതായത് ഇതിനെ പോളിനോമിയലാക്കുകയാണ്. ഇത്രയും ഉപയോഗിച്ച് ഒരു പോളിനോമിയൽ എഴുതുമ്പോൾ ഒരു വികൾ നോക്കരുത്, പി ഓഫ് ടി ആണ് നോക്കേണ്ടത്. പി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്ററുകളുടെ ഒരു പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് V1 ഇങ്ങനെ വി ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? C1 ഇൻറ്റു V1 പ്ലസ് C2 ഇൻറ്റു TV1 പ്ലസ് എക്സെട്ര പ്ലസ് Cn-1 അങ്ങനെയാണ് വരുന്നത്. അതിനകത്ത് V1 കോമൺ എടുത്ത് കഴിയുമ്പോൾ I ഇൻറ്റു C1 പ്ലസ് C2 ഇൻറ്റു T പ്ലസ് C3 ഇൻറ്റു T² പ്ലസ് എക്സെട്ര പ്ലസ് C1 C2 C3 ഇങ്ങനെ Cn ഇൻറ്റു T⁻n-1 ഓഫ് V1 എന്നാണ് കിട്ടുക. അപ്പോൾ അത് ഈക്വൽ ടു നമുക്ക് 0 എന്ന് എഴുതുകയാണെങ്കിൽ നമ്മുടെ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ കോൺസ്റ്റൻറ്റുകളെല്ലാം നമുക്ക് എന്താവണം? 0 ആകണം. കാരണം തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അത് മുഴുവൻ 0 ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു 0 പോളിനോമിയലായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചൊരു പോളിനോമിയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0 പോളിനോമിയലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു n-1 ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലിലും ഇതേപോലെ പി ഓഫ് ടി ഓഫ് V1 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവത്തില്ല. നോൺ സീറോ പോളിനോമിയൽ കിട്ടത്തില്ല, 0 പോളിനോമിയലേ ഉള്ളൂ. ഓക്കെ, the minimal polynomial of therefore the minimal polynomial of t cannot have degree less than n. അപ്പോൾ n-1 ഡിഗ്രി വരെ ഉള്ളതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മിനിമൽ പോളിനോമിയലിന് ഒരിക്കലും n-1 വരെ ഡിഗ്രി ആവാൻ പറ്റത്തില്ല. അതായത് എന്നിൽ താഴെ ഡിഗ്രി ആവാൻ പറ്റത്തില്ല. മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു നോൺ സീറോ പോളിനോമിയലാണ്. വി ക്യാൻ സീ ദാറ്റ് T⁻n ഓഫ് Vj കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു C1 C2 Cn Vj for each j. തൊട്ട് മുമ്പ് ഇതിന് സിമിലറായിട്ടുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു, T⁻n-1 ഓഫ് V1 അത് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് T⁻n ഓഫ് Vj ഈക്വൽ ടു C1 C2 Cn Vj ഇതാണ്. അതൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. T⁻n-1 ഓഫ് V1 ഈക്വൽ ടു C1 C2 Cn-1 ഓഫ് Vn എന്ന് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. അതിനകത്ത് ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടി ഓഫ് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് TVn എന്ന റൈറ്റ് സൈഡിൽ കിട്ടും. അതിന് പകരം Cn-V1 കൊടുക്കുന്നു. അപ്പോൾ എന്തായി? T⁻n-1 ഓഫ് TV. അപ്പോൾ അത്രയും കിട്ടി. ഇനി അടുത്ത T⁻n-1 ഓഫ് TV2 is equal to T⁻n-1 ഓഫ് C2 V3 equal to C2 into T⁻n-1 of V3 equal to C2 T⁻n-1 of TV3 equal to C2 T⁻n-2 of C3 V4 equal to C2 C3 T⁻n-3 of TV4 equal to C2 C3 T⁻n-3 of C4 V5. ഇങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് നമുക്ക്
C2, C3, C4, etc. Cn minus 1 t raised to n minus of n minus 1 of tvn എന്നായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ പോയി C2, C3, C4, Cn minus 1 t ഓഫ്, അതായത് t raised to n minus 1 ഓഫ് n minus 1 എന്താവും, t ആവും, ഓഫ് tvn എന്നാവും. ഏറ്റവും ലാസ്റ്റ് tvn വരെ cnv1 എന്ന് കൊടുക്കുന്നു. അവസാനം നമുക്ക് കിട്ടുന്നത് C2, C3, C4, etc. Cn minus 1 Cn tv1 C1v2 equal to C1, C2, C3, etc. Cn minus 1 Cn is equal to v2, etc. അങ്ങനെ പോകുന്നത്. Thus t raised to n of vj is equal to C1, C2, etc. Cn vj for each j, and hence t raised to n is equal to C1, C2, etc. Cni. അപ്പോൾ ഏതൊരു വെക്ടർ എടുത്താലും t raised to n of vj എന്ന് പറഞ്ഞാൽ C1, C2, etc. Cn vj എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, t raised to n is equal to C1, C2, etc. Cni. അങ്ങനെ പറയാം, ആ ഒരു ഓപ്പറേറ്ററാണ് നമുക്ക് പറയാം. അപ്പോൾ ഇതിലേക്ക് ഏത് വി ജെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം കിട്ടും. Thus z raised to n minus C1, C2, etc. Cn is the minimal polynomial. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം z raised to n minus ഒരു n ഡിഗ്രിയിൽ താഴെയുള്ള ഒന്നിനും നമ്മുടെ മിനിമൽ പോളിനോമിയൽ ആവത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു പോളിനോമിയലാണ്. അപ്പോൾ z raised to n മൈനസ് C1, C2, etc. Cn എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് t അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ t raised to n മൈനസ് C1, C2, etc. Cni ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് മിനിമൽ പോളിനോമിയൽ ആണെന്ന് മനസ്സിലാക്കാം. ബിക്കോസ് n ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ v ആണ്. z raised to n മൈനസ് C1, C2, etc. Cn ഈസ് ഓൾസോ ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി. അപ്പം നമുക്ക് ഇത് ഒരു മിനിമൽ പോളിനോമിയലാണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ n എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ വിയും കൂടെ ആയതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രിയും n തന്നെയാണ്. അപ്പോൾ മിനിമൽ പോളിനോമിയലും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും സെയിം തന്നെ ആയിരിക്കും. രണ്ടിനും ഒരേ ഡിഗ്രി ആണെങ്കിൽ അത് സെയിം ആയിരിക്കും. Multiplying the constant term of this polynomial by minus 1 raised to n we get. അപ്പോൾ ഇതിനെ minus 1 raised to n minus 1 raised to n കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ടൈം നമുക്ക് കിട്ടുന്നത് minus 1 raised to n minus 1 into C1, C2, etc. Cn എന്നാണ് കിട്ടുന്നത്. If some Cj equals 0, then clearly t is not invertible. So dit t is equal to 0 and the same formula holds. ഓക്കെ, ഏതെങ്കിലും ഒരു Cj is equal to 0 ആണെങ്കിൽ ടി ഇൻവേർട്ടിബിൾ അല്ല. നമ്മുടെ മെട്രിക്സ് ഓർമ്മയുണ്ടല്ലോ, ആകെ ഉണ്ടായിരുന്ന നോൺ സീറോ എലമെൻറ്റ്സ് ആ സികളായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു സി ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ടി ഇൻവേർട്ടിബിൾ ആകത്തില്ല. സോ ഡിറ്റ് ടി ഈക്വൽ ടു 0 ആൻഡ് ദ സെയിം ഫോർമുല ഹോൾസ്. അപ്പോൾ ഇതിനകത്തിൽ ഇൻവേർട്ടിബിൾ ആകത്തില്ലെന്ന് പറഞ്ഞാൽ ഡിറ്റ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഫോർമുല സെയിം ആണ്. അതായത് ഈ മെട്രിക്സിൻ്റെ നമ്മൾ എഴുതിയിരിക്കുന്നത്, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഓപ്പറേറ്ററിൻ്റെ നമ്മുടെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഫോർമുലയാണല്ലോ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനകത്തുനിന്ന് നമുക്ക് ഒരു ഓപ്പറേറ്ററിൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്തു നിന്നാണ് നമുക്ക് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് സെയിം ആണോ എന്നാണ് നോക്കുന്നത്. ഏതെങ്കിലും ഒരു CJ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ടി ഇൻവേർട്ടിബിൾ ആവത്തില്ല, നമ്മുടെ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആകത്തില്ല. സോ ഡിറ്റ് ടി ഈക്വൽ ടു 0 ആയിരിക്കും ആൻഡ് ദ സെയിം ഫോർമുല ഹോൾഡ്സ്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഫോർമുല സെയിം ഹോൾഡ് ചെയ്യും. ദസ് ഇൻ ഓർഡർ ടു ഹാവ് ഡിറ്റ് ടി ഈസ് ഈക്വൽ ടു ഡിറ്റ് എം ഓഫ് ടി. അപ്പോൾ ഡിറ്റ് ടി ഈസ് ഈക്വൽ ടു ഡിറ്റ് എം ഓഫ് ടി എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വി വിൽ ഹാവ് ടു മേക്ക് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു minus 1 raised to n minus 1 C1, C2, etc. Cn. അപ്പം ഇത് രണ്ട് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്, അതായത് ആ മെട്രിക്സ്, ഇപ്പോൾ ഇത് ഈ പറഞ്ഞ ഒരു കേസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു C0 ആണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യുമെന്ന് മനസ്സിലായി. പക്ഷേ ഇത് തന്നെ ആണോ ഫോർമുല നമുക്കറിയില്ല. we have to make the determinant of a equal to minus 1 raised to n minus 1 C1, C2, etc. Cn. However, we do not yet have enough evidence to make a reasonable guess about the proper definition of the determinant of an arbitrary square matrix. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും നമ്മൾ പ്രൂവ് ചെയ്യുമല്ല, നമ്മൾ ജസ്റ്റ് കുറച്ച് തോട്ട്സാണ്, നമ്മൾ ഒരു മോട്ടിവേഷൻ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഫുൾ ഓഫ് ഫോർമൽ പ്രൂഫ് ഒന്നും അല്ല. മെട്രിക്സ് ഓഫ് എ മെട്രിക്സിൻ്റെ ഫോർമൽ പ്രൂഫ് ഒന്നുമല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ to compute the determinant of a more complicated class of operators, we introduce the notion of permutation. അപ്പോൾ ഒരു കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നൊരു നോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പെർമ്യൂട്ടേഷൻ ഓഫ് 1, etc. n, ഒരു സെറ്റ് ഓഫ് n നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷഫിൾ ചെയ്ത് എഴുതുന്ന മറ്റൊരു ലിസ്റ്റാണ്. 1, 1 on 2 ഫംഗ്ഷൻ ആണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് കണ്ടെയ്ൻസ്
each of the numbers 1, etc. n exactly once. The set of all permutations of 1, etc. n is denoted by perm n. അപ്പോൾ ഇതിൻ്റെ എല്ലാ പെർമ്യൂട്ടേഷൻസിൻ്റെയും കൂടെ കളക്ഷനാണ് പെർം എൻ എന്ന് നമ്മൾ എഴുതി. ഇനി പലയിടത്തും അതേ യൂസ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ 2, 3, etc. n1 അതൊരു പെർമ്യൂട്ടേഷൻ ആണല്ലോ, അത് ഇതിനകത്ത് വരും. ആൻ എലമെൻറ്റ് ഓഫ് പെർമെൻ ഈസ് a rearrangement of the first n integers. ഒരു പെർമ എന്നിനകത്തിലെ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ നമ്പേഴ്സിൻ്റെ ഒരു റീഅറേഞ്ച്മെൻ്റ് ആണ്. ഫോർ സിംപ്ലിസിറ്റി വി വിൽ വർക്ക് വിത്ത് മെട്രിസസ് വിത്ത് കോംപ്ലക്സ് എൻട്രീസ്. പ്രൂഫ്സ് വിൽ ബി പ്രൊവൈഡഡ് ലേറ്റർ. ദറ്റ് C1, etc. Cn belongs to C and that V1, etc. Bn be a basis of V where V is a complex vector space. അപ്പോൾ നമുക്ക് കുറച്ച് കോൺസ്റ്റൻസ് ഉണ്ട് C1, etc. Cn, പിന്നെ അതിൻ്റെ ഒരു ബേസിസ് ഉണ്ട് V1, etc. Vn where V is a complex vector space. Consider a permutation. ഒരു പെർമ്യൂട്ടേഷൻ P1, etc. Pn belongs to perm n എടുക്കുന്നു. ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ഫോളോസ്. അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. break 1, etc. n into list of consecutive integers and in each list move the first term to the end of that list. For example, take ഇപ്പോൾ ഒരു എന്താണ് നമ്മുടെ ഒരു 1 മുതൽ n വരെയുള്ള ഒരു ലിസ്റ്റ് നമ്മൾ എടുത്തിട്ട് അതിനെ പല കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിൻ്റെ പല സെറ്റുകളായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് ആദ്യത്തേനെ ഏറ്റവും അവസാനം കൊണ്ടുവെക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു 9 എണ്ണം ഉള്ള ഒരു സെറ്റിനെ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്തതാണ്. 1, 2, 3 വെച്ച് ബ്രേക്ക് ചെയ്തു. പിന്നെ 5, 6 1, 2, 3 കഴിഞ്ഞിട്ട് പിന്നെ 4, 5, 6, 7 വെച്ച് ബ്രേക്ക് ചെയ്തു. പിന്നെ 8, 9 അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 അതിനെ എന്ത് ചെയ്തു, പിന്നെ 1നെ ലാസ്റ്റ് കൊണ്ട്, 4നെ ലാസ്റ്റ് കൊണ്ട്, 8നെ ലാസ്റ്റ് കൊണ്ട് അങ്ങനെ കിട്ടുന്നു. ആൻഡ് ദെൻ പുട്ടിങ് ദീസ് ടുഗദർ ടു ഫോം 2. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. ലെറ്റ് T belongs to L of V be the operator such that. ഇനി T എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. TVK is equal to CK VPK for K is equal to 1, etc. n. We want to find a formula for dit T. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ഓപ്പറേറ്ററിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഫോർമുല. ദിസ് ജനറലൈസസ് അവർ earlier example because if P1, etc. Pn happens to be the permutation 2, 3, etc. n, 1, then the operator T whose matrix equals capital A is the same as the operator T defined by equation 3. For TVK നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. for K is equal to 1, 2, etc. and we want to find a formula for dit T. അപ്പോൾ dit Tക്ക് ഒരു ഫോർമുല കണ്ടുപിടിക്കണം. ദിസ് ജനറലൈസസ് അവർ earlier example because if P1, etc. Pn happens to be the permutation 2, 3, etc. n, 1, then the operator T whose matrix equals A is the same as the operator T defined by 3. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും? TV1 ഈക്വൽ ടു C1 VP1 എന്ന് വരത്തില്ലേ? P1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നമ്മുടെ ഇക്വേഷൻ 2-നകത്തിലുള്ള ആ ഒരു പെർമ്യൂട്ടേഷനകത്തിലെ എൻട്രീസിനെയാണ് ഈ P1, P2, P3 എന്ന് പറയുന്നത്. P1 2 ആണ്, P1 2 ആണ്, P2 3 ആണ്, P3 1 ആണ്, P4 5 ആണ്, ആ ഓർഡറിലാണ്. അപ്പോൾ TV1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? C1 VP1 എന്ന് പറഞ്ഞാൽ C1 V2. അടുത്ത് TV2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? C2 VP2 എന്ന് കിട്ടും. P2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ അതിൽ പോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു നിങ്ങളിതെല്ലാം എഴുതി നോക്കിയിട്ട് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു മെട്രിക്സ് ഇല്ലേ, we want to find a formula for dit T. This generalizes our earlier example because if P1 happens to be the permutation, then the operator T whose matrix equals A is the same as operator T defined by 3. Capital A എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ മെട്രിക്സ്. അത് തന്നെയായിരിക്കും കിട്ടുക. With respect to the basis V1, etc. the matrix of the operator T defined by 3 is a block diagonal matrix. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഈ കോൺസിക്യൂട്ടീവായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു മാറ്റം വരുത്തിയാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സസ് ആയിരിക്കും കിട്ടുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ദി മെട്രിക്സ് ഓഫ് ദി ഓപ്പറേറ്റർ T defined by 3 is a block diagonal matrix where each block is a square matrix of
ദ ഫോം എ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് എടുത്ത്, അതായത് ഇപ്പോൾ 1 to 9 വരെയുള്ളതല്ലേ ഇവിടെ ചെയ്ത്, അപ്പോൾ നമുക്ക് 1 to 8 അല്ലെ 1 മുതൽ 10 വരെയുള്ളതിനെ എടുക്കുക. ഈ പറഞ്ഞ രീതിയിൽ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് ആ ബ്രേക്ക് ചെയ്തതിനകത്തിട്ട് പെർമ്യൂട്ടേഷൻ ഈ പറഞ്ഞ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ബ്ലോക്ക് കിട്ടുന്നതെന്ന്. ദ ഐഗൻ വാല്യൂസ് ഓഫ് ടി ഈക്വൽ ദി യൂണിയൻ ഓഫ് ദി ഐഗൻ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഐഗൻ വാല്യൂസിൻ്റെ യൂണിയൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചാണ് റീകോളിംഗ് ദാറ്റ് ദ ഡിറ്റർമിനന്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഓഫ് എ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ്. അപ്പോൾ ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസിൻ്റെ ഡിറ്റർമിനൻറ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഓൺ എ കോംപ്ലക്സ് വെക്ടർ സ്പേസ്, ഓപ്പറേറ്ററിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡിറ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റ് എ 1 ടു ഡിറ്റ് എ 2 എക്സെട്ര ഡിറ്റ് എ എന്ന് കിട്ടും. ഇതിൻ്റെ ബാക്കിയുണ്ട്.